It's the Punjab Kings into the final of the IPL 2025. The second final for them in 18 years. അതിജീവനത്തിൻ്റെ വേദന താണ്ടിയവൻ്റെ ബാറ്റുകളിൽ നിന്നും വർഷിച്ചിരുന്ന ഓരോ ഷോട്ടുകളിലും സംതൃപ്തിയുടെ അടയാളമുണ്ടായിരുന്നു. തള്ളിപ്പറഞ്ഞവരുടെയും ഒഴിവാക്കിയവരുടെയും ആത്മാവിനെ പോലും തകർക്കാൻ പോകുന്ന ശേഷിയുണ്ടായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ പൊളിറ്റിക്സിനെ പോലും ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ള കരുത്തുണ്ടായിരുന്നു. ആ കരുത്തിൻ്റെ പേരായിരുന്നു ശ്രേയസ് അയ്യർ. ചരിത്രത്തിൽ ഇത്രയേറെ അവഗണനകൾ നേരിട്ട മറ്റൊരു പ്ലെയർ ഉണ്ടാകില്ല. ഡൽഹിയെ ഫൈനലിലേക്ക് എത്തിക്കുകയും ശേഷം പരിക്കിനെ തുടർന്ന് മാറി നിൽക്കേണ്ടിയും വരുന്നു. എന്നാൽ തിരിച്ചു വരുമ്പോൾ തനിക്ക് പകരം മറ്റൊരു അപ്പോസ്റ്റലിനെ ഡൽഹി നിയമിക്കുകയായിരുന്നു. KKRന് കിരീടമണിച്ച് നൽകുമ്പോൾ ഗംഭീറിൻ്റെ ക്രെഡിറ്റ് എന്ന് വാദിച്ച് നിലനിർത്താതെ പിന്നീട് വന്ന സീസണിൽ പുറത്തേക്ക് അയക്കുന്നു. BCCI പോലും കരാർ റദ്ദാക്കി ടീമിൽ നിന്ന് പോലും പുറത്താക്കുന്നുണ്ട്. എന്നാൽ ശേഷം വന്ന ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി കപ്പ് തൂക്കിക്കൊണ്ടയാൾ നിർണായകമായി നിൽക്കുന്നുണ്ട്. എന്നിട്ടും ഇന്നും ടെസ്റ്റ് ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്നില്ല. പക്ഷേ അയാൾ ഇന്ത്യൻ പിച്ചുകളിൽ ഇന്നും തൻ്റെ ചരിത്രം എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. തൻ്റെ ബാറ്റ് കൊണ്ട് പുതിയ ചരിത്രങ്ങൾ എഴുതുകയാണ്. അഹങ്കാരത്തിന് നിഴൽ ബാധിച്ച ബുംറയും ആത്മവിശ്വാസത്തിന് പ്രതിരൂപമായ ഹാർദിക്കും 200+ ചരിത്രം പേറി വന്ന മുംബൈയും ഒരാൾക്ക് മുന്നിൽ മാത്രമാണ് ഇന്നലെ പരാജയപ്പെടുന്നത്. അല്ല, അവർക്ക് തലതാഴ്ത്തി നിൽക്കേണ്ടി വരുന്നത്. മുംബൈയുടെ സർവ്വ നിയന്ത്രണ രേഖകളെയും അടിച്ച് പുറത്തേക്കയച്ച് ശ്രേയസ് തുലസിച്ച മോദി സ്റ്റേഡിയത്തിലെ മണിക്കൂറുകളിൽ ബുംറയും ബോൾട്ടും സാൻഡറും അടങ്ങിയ ബൗളിംഗ് നിര ശിഥിലമായി തീരുകയായിരുന്നു. എപ്പോഴൊക്കെയാണോ സമ്മർദ്ദങ്ങൾ വന്നത് അപ്പോഴെല്ലാം അയാൾ പന്തുകളെ വേലിക്കെട്ടുകൾക്കപ്പുറത്തേക്ക് അയച്ചു. അതും മുഖത്ത് യാതൊരു വ്യത്യാസവും തീണ്ടാതെ. അതെ, കൂൾ, കാം, പവർഫുൾ. നിങ്ങൾ അയാളെ ഇനിയും വിലയിരുത്തിക്കൊണ്ടേയിരിക്കുക, വിമർശിക്കുക, വിലക്കേർപ്പെടുത്തുക. എന്നാൽ ചരിത്രം അയാൾക്ക് വേണ്ടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നായകനായ 3 ടീമുകളെയും കൊണ്ട് ഫൈനലിലേക്ക് എത്തുക, അതിൽ കൊൽക്കത്തയ്ക്ക് വേണ്ടി കിരീടം വരെ നേടിക്കൊടുക്കുക, 18 വർഷത്തെ വേദനയും പേറുന്ന ഒരു ടീമിനെയും കൊണ്ട് ആദ്യ ശ്രമത്തിൽ തന്നെ ഫൈനലിലേക്ക് എത്തുക, അതും ഏതാണ്ട് ഒറ്റയ്ക്ക് നിലയിൽ. വാട്ട് എ പ്ലെയർ! ഒന്നെങ്കിൽ നിങ്ങൾ അയാളെ ആദ്യ പന്തിൽ തന്നെ പുറത്താക്കുക, അല്ലെങ്കിൽ അയാളുടെ ബാറ്റിൻ്റെ ചൂടറിയുക. സമ്മർദ്ദങ്ങളിൽ സൗന്ദര്യം വിരിയിക്കുമ്പോൾ പലപ്പോഴും അയാളുടെ മുഖത്ത് ചിരി ഉണ്ടാകണമെന്നില്ല. എന്നാൽ പിന്നീടുള്ള മണിക്കൂറുകൾ എതിരാളികളുടെ ചിരി എന്നേക്കുമായി നിർത്താൻ ശേഷിയുള്ള ക്ലൈമാക്സ് ആയിരിക്കും ഉദിക്കുക. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് യഥാർത്ഥ നായകന്മാർ ജനിക്കുന്നുവെങ്കിൽ അയാളെക്കാൾ മുകളിൽ മറ്റൊരു പേരുണ്ടാകുന്നു. അത് ദ ഗ്രേറ്റ് ശ്രേയസ് അയ്യർ. And it'll be a battle of reds come Tuesday night.